ഗുഡ് മോർണിംഗ് ഗൈസ്. എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തിങ്കളുടെ ചേട്ടൻ കൊണ്ടാക്കാമെന്ന്. ചേട്ടൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. ചേട്ടന് വയ്യല്ലോ. പിന്നെ ഞാൻ എണീറ്റ പാടെ ചോറ് ഊറ്റിപ്പരിക്കാനും കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനും വെച്ചു. പിന്നെ ഇന്ന് ബീട്രൂട്ടായിരുന്നു, അങ്ങനെ ബീട്രൂട്ട് തോരനുണ്ടാക്കി. പിന്നെ പുട്ടായിരുന്നു. ഇന്നലെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പുട്ടുപൊടി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുൻകതിറിന് തന്നെ മേടിച്ചുകൊണ്ട് വരുമെന്ന്. ഞാൻ എടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന എലൈറ്റിൻ്റെ പുട്ടുപൊടിയായിരുന്നു. ഞാനിത് മറ്റേ പൊൻകതിരിൻ്റെ നനയ്ക്കണാണ് ഗ്ലാസ് വെള്ളത്തിൽ ഗ്ലാസ് പുട്ടുപൊടിയൊക്കെ ഇട്ട് നനച്ചു. പക്ഷേ ഇത് ലൂസായിപ്പോയി. പണ്ടാരെ ഇതിൽ പിന്നെ വേറൊന്നും ഉണ്ടാക്കാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെയൊക്കെ പുട്ടുപൊടി തട്ടിയിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അത്യാവശ്യം സെറ്റായി. എന്നാലും കുറച്ച് കട്ടിയുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞാനും നിങ്ങളും മാത്രമേ അരിപ്പുട്ട് കഴിക്കുള്ളൂ കേട്ടോ. അമ്മയൊക്കെ കൂടുതലും അമ്മ റാഗി പുട്ടാണ് കഴിക്കുന്നത്. ഇന്ന് റാഗി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഗോതമ്പ് കൂടി ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ തിങ്കളുടെ പുട്ടൊക്കെ വാരി കൊടുത്തു. തിങ്കളുടെ സ്കൂളിൽ കൊണ്ടുവന്ന് ബീട്രൂട്ട് തോരനും മീൻ കറിയും പിന്നെ മുട്ട പൊരിച്ചതാണ് സ്നാക്സ് ആയിട്ട് അവൾ കൊണ്ടുപോകുന്നത്. ഇന്നലെ ഞാൻ അവൾക്ക് ബ്രൗണി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവൾ ഇന്നലെ തന്നെ അങ്ങ് കഴിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് പാർലേജി ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ.